നമസ്കാരം. പണത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നവരാണ് നമ്മളെല്ലാവരും. പണമില്ലാത്തവർ പണത്തിനായും പണമുള്ളവർ അത് ഇരട്ടിപ്പിക്കുവാനും നെട്ടോട്ടം ഓടുകയാണ്. വാസ്തുശാസ്ത്രപരവും ജ്യോതിഷപരവുമായി ഒരുപാട് മാർഗങ്ങളുണ്ട് പണം ഇരട്ടിപ്പിക്കുവാൻ, അതല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ പണം നിറയ്ക്കുവാൻ. അങ്ങനെ നമ്മുടെ പേഴ്സിൽ പണം നിറയ്ക്കുവാനുള്ള വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് പേർ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് വാസ്തുവിദ്യകളിലൂടെ നമ്മുടെ പേഴ്സ് നിറയ്ക്കുവാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം എല്ലാ ആൾക്കാരും മനസ്സിലാക്കുക. അതിനായി നമ്മുടെ പേഴ്സിൽ ചില പൊടിക്കൈകൾ ചെയ്താൽ നമ്മുടെ പേഴ്സ് നിറയുകയും നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകുകയും നമുക്ക് ഒരു കാലത്തും പണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അല്ലലില്ലാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. നമ്മുടെ ബിസിനസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിൽ നമുക്ക് മേൽഗതി ഉണ്ടാകും. അതുപോലെ നമ്മൾ എന്ത് സംരംഭത്തിന് ഇറങ്ങിത്തിരിക്കുന്നുവോ അതെല്ലാം നല്ല രീതിയിൽ ഫലവത്താകുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇത്തരം കാര്യങ്ങൾ പേഴ്സിൽ നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടുകയും ചെയ്യും. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് 8 വശങ്ങളുള്ള ഒരു ചെറിയ കണ്ണാടി നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുക. ഇത് പേഴ്സിൽ പണം വരുവാൻ സഹായിക്കും എന്നാണ് വാസ്തുശാസ്ത്രത്തിലും ജ്യോതിഷപരമായും പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. വിശ്വാസം ഉള്ളവർ മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. 2 ഒറ്റ രൂപ നോട്ട് പേഴ്സിൽ വയ്ക്കുക. അതായത് 2 ഒറ്റ രൂപ നോട്ട്, അതായത് നമ്മുടെ പഴയ 1 രൂപയുടെ നോട്ട് 2 എണ്ണം പേഴ്സിൽ വയ്ക്കുക. അതും പണം വരുവാൻ സഹായിക്കും. അത് പക്ഷേ നിങ്ങൾക്ക് 2 രൂപ നോട്ട് നിങ്ങളുടെ 2 ഒറ്റ രൂപ നോട്ട് ഇല്ലെങ്കിൽ 2 രൂപയുടെ 1 വെള്ളി രൂപ വയ്ക്കുക. വിദേശ രാജ്യങ്ങളിലുള്ളവരാണെങ്കിൽ ഒറ്റ രൂപയുടെ കോയിനോ അല്ലെങ്കിൽ 50 പൈസയോ 50 ഹലാലയോ, അതായത് അവിടെ എന്താണ് നിങ്ങളുടെ കറൻസി, അതല്ലേ നിങ്ങളുടെ നാണയം എന്താണ്, അത് വെക്കാവുന്നതാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും പണം നമ്മുടെ കയ്യിൽ നിൽക്കുകയും നമുക്ക് അമിതമായി പണം ഉണ്ടാകുകയും നമ്മൾ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുകയും ചെയ്യും. പരീക്ഷണങ്ങൾക്ക് മുതിരാതെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യാമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ അഭിവൃദ്ധികൾ ഉണ്ടാകും. അതുപോലെ മറ്റൊന്ന് 21 അരിമണികൾ നിങ്ങൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് പേഴ്സിൽ വയ്ക്കുക. അതും പണം വരാൻ സഹായകരമാകും. പണച്ചിലവ് തടയാനും ഇത് സഹായിക്കും. മാത്രമല്ല ഒരിക്കലും അന്നത്തിന് ബുദ്ധിമുട്ട് വരില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും. 21 അരിമണികൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് പേഴ്സിൽ വയ്ക്കുക. അതും പണം വരുവാൻ പണം ഇരട്ടിക്കുവാൻ നിങ്ങൾക്ക് സഹായകരമാകും. പണച്ചിലവ് തടയാനും ഇത് വളരെയേറെ സഹായകരമാണ്. ഇത് വാസ്തുശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. മിക്ക ജ്യോതിഷന്മാരും മിക്ക വാസ്തുശാസ്ത്ര പണ്ഡിതന്മാരും ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു തരികയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അതുപോലെ ബിസിനസ്സുകാർക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. പുതിയ പേഴ്സൊക്കെ വാങ്ങുമ്പോൾ അവർ പിങ്ക് കളറ്, അതല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറ്, അതല്ലെങ്കിൽ സ്കൈ ബ്ലൂ, ഈ കളറൊക്കെ വാങ്ങുക. ഈ പേഴ്സൊക്കെ വാങ്ങുകയാണെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും, സമ്പൽ സമൃദ്ധിയിലേക്ക് നമ്മളെത്തും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായി നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. ചില വിശ്വാസങ്ങളെ വിശ്വസിക്കുക. ആ വിശ്വാസങ്ങൾ നമ്മളെ ഹൈയിലേക്ക് കൊണ്ടെത്തിക്കും, നമ്മുടെ ഉയർച്ചയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല, സംശയമില്ല. അതുപോലെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പഴയ പേഴ്സൊക്കെ മാറി പുതിയതൊരെണ്ണം വാങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും പഴയ പേഴ്സിനേക്കാളും ചെറിയ ഒരു പേഴ്സ് ഒരിക്കലും വാങ്ങരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകില്ല, നമ്മൾ കീഴ്പോട്ടേ പോകൂ. നമ്മൾ എന്ത് സ്റ്റെപ്പിൽ പോയാലും നമ്മൾ ഇന്നൊരു ചെറിയ ഒരു സംഭവമാണ് വാങ്ങുന്നതെങ്കിൽ നാളെ അതിനേക്കാൾ ഹൈ ഒരു സാധനമേ വാങ്ങാവൂ, അല്പം കൂടി വില കൂടിയ ഒരു സാധനം വാങ്ങാവൂ, അല്പം കൂടി മികച്ചതേ വാങ്ങാവൂ, അല്പം കൂടി വലിപ്പമുള്ളതേ വാങ്ങാവൂ. അതുപോലെ പേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ഒരു ചെറിയ പേഴ്സാണ് ഉപയോഗിച്ചെങ്കിൽ അടുത്ത തവണ മാറി വാങ്ങുമ്പോൾ അതിനേക്കാൾ അല്പം വലിയ ഒരു പേഴ്സ് വാങ്ങുക. അതായിരിക്കും നമ്മുടെ അഭിവൃദ്ധിക്ക് കാരണമാകുന്നത്. തീർച്ചയായും ഇത്തരം വിശ്വാസങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. നിങ്ങൾ ഭാവിയിലേക്ക് നിങ്ങൾക്ക് വളരെയേറെ കരുതലോടുകൂടി ജീവിക്കുവാൻ സാധ്യമാകും. നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. സമ്പൽ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കിക്കേ വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ